പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ സഭയുടെ 40 നോമ്പ് പൂർത്തിയാക്കി ഹാശ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാനായിട്ട് നമുക്കൊരുക്കാം. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്? അത് ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഭൂമിയിലേക്ക് നിപതിച്ചു. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ് വീണ്ടെടുത്ത് തരുവാനായിട്ട് സ്വർഗത്തിൻ്റെ പദ്ധതിയായിട്ടാണ് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. വീഴ്ച സംഭവിച്ചു കഴിഞ്ഞ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റിയപ്പോൾ കർത്താവ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് പിശാചിനോട് പറയുന്നുണ്ട്. അവിടെ നിനക്കും സ്ത്രീക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനും പരിശുദ്ധ അമ്മയ്ക്കും അല്ലെങ്കിൽ പരിശുദ്ധ സഭയ്ക്കും തമ്മിൽ ശത്രുത്വമുണ്ട് എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉൽപ്പത്തി 3:15 കർത്താവ് പറയുന്നത്. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അങ്ങനെ പിശാചിൻ്റെ തലയെ തകർക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. എങ്ങനെയാണ് കർത്താവ് പിശാചിൻ്റെ തലയെ തകർത്തത്? അത് താൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ചുകൊണ്ടാണ്. പാടുപീഡകളേറ്റ് മരിച്ച് ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ജഡത്തിൻ്റെ മോഹങ്ങളെയും രാഗങ്ങളെയും എല്ലാം അവൻ ക്രൂശിൽ തറച്ച് നിഷ്കാസിതമാക്കി കളഞ്ഞു. നമ്മുടെ ഗലാത്യർക്ക് ലേഖനം 5:19 നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവണതകളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. ജഡത്തിൻ്റെ ഈ ദുഷ്പ്രവണതകളെല്ലാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലെ ബലിയിലൂടെ അത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്നാൽ ആ ക്രൂശിലെ ബലിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ്, എൻ്റെ ജഡത്തിൻ്റെ ദുർമോഹങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുകയും അവൻ്റെ തിരുശരീരക്തങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുകയും വിശുദ്ധ കുമ്പസാരം എന്ന ഉദാശയിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ജഡത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. മരണത്തിന് അധീനമായി ശരീരത്തിൽ എന്നെ ആര് വിടുവിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ പറയാണ്, കർത്താവായ യേശു ക്രിസ്തു വഴി എനിക്ക് മോചനമുണ്ട് എന്ന്. കർത്താവിൽ ആയിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാകുന്നെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ഈ പീഡാനുഭവത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ശേഷം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചു. അവർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തോട് പ്രസംഗിച്ചു. എന്താണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം? അത് ജഡത്തിൻ്റെ മോഹങ്ങളിൽ നമ്മളെ മോചിപ്പിക്കാൻ കർത്താവ് ദൈവാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൈവാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക പീഡയിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ളത്. ആത്മാവിലുള്ളൊരു വീണ്ടും ജനം നമുക്ക് ആവശ്യമുണ്ട്. ഈ വർഷത്തെ നോമ്പാചരണവും ആശാഴ്ചയിൽ ശുശ്രൂഷകളുമെല്ലാം വഴിയായി പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ വർഷത്തെ പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം, അതിൻ്റെ പുതുക്കം പ്രാപിക്കുവാനും പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന നമ്മൾ, മാമോദീസായിലൂടെ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന നമ്മൾക്ക് വീണ്ടും ഒരു പുതുക്കം പ്രാപിക്കുവാനും ഇടയായി തീരട്ടെ. പുതിയ സൃഷ്ടിയായി തീരുവാൻ ഈ വർഷത്തെ നോമ്പ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.